السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയരെ, ഇംസോഫിൻ്റെ പ്രൗഢമായ ഈ വേദിയിൽ യുദ്ധങ്ങൾ തീർക്കുന്ന പുതിയ ലോകക്രമങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ചില വിചാരപ്പെടലുകൾ ഞാൻ ആഗ്രഹിക്കുന്നു. 2025 മെയ് 9-10 തീയതികളിൽ മ്യാൻമർ തീരത്തിനടുത്ത് 2 കപ്പലുകൾ സമുദ്രത്തിൽ മുങ്ങി 427-ലധികം റോഹിംഗ്യൻ മനുഷ്യർ മുങ്ങി മരിച്ചു. 400-ൽ പരം മനുഷ്യജീവനുകൾ മൃതിയടങ്ങിയിട്ടും നമ്മളടങ്ങുന്ന ലോക ജനതയും അതൊന്നും വലിയ വാർത്തയാക്കുകയോ ഗൗരവത്തിലെടുക്കുകയോ ചെയ്തിട്ടില്ല. കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന യുദ്ധക്കെടുതികളാണ്. ലോകം മുഴുവനുമുള്ള ജനങ്ങൾ ഓരോ ദിവസവും ഉണരുന്നത് യുദ്ധങ്ങളാൽ കൊല്ലപ്പെട്ട ആയിരങ്ങളുടെ മരണവാർത്തയോടുകൂടെയാണ്. അതുകൊണ്ട് തന്നെ അപകടങ്ങളിലും മറ്റും മരണപ്പെട്ടവരുടെ വാർത്തകൾ വളരെ നിസ്സാരമാണ്. യുദ്ധങ്ങളിലൂടെ ലോക ജനതയുടെ മനുഷ്യത്വമെന്ന ആശയമാണ് ഇല്ലാതാകുന്നത്. ലോക ജനതയുടെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തുന്ന മാരക വിപത്താണ് യുദ്ധം. യുദ്ധം സമാധാനമുണ്ടാക്കുകയല്ല, മറിച്ച് ലോകത്തെ മുഴുവൻ ആശങ്കയിലാഴ്ത്തുകയാണ്. ലോകം എന്നും ഭീതിയോടെ ഓർക്കുന്ന ഹിരോഷിമ നാഗസാക്കിയും 2 ലോകമഹായുദ്ധങ്ങളും ലോകത്ത് എന്ത് സമാധാനമാണ് സൃഷ്ടിച്ചത്? ഈ സമയത്തും ഉക്രൈനിലും ഫലസ്തീനിലും സുഡാനിലും യുദ്ധക്കെടുതികളാൽ ജനകോടികൾ പൊറുതിമുട്ടുകയാണ്. എന്താണ് യുദ്ധങ്ങൾ ലോകത്തിന് സമ്മാനിക്കുന്നത്? യുദ്ധാന്തരീക്ഷം ലോകത്ത് നഷ്ടങ്ങളുടെ കൂമ്പാരങ്ങളാണ് സൃഷ്ടിക്കുന്നത്. അതിലുപരി യുദ്ധം കാരണമായി ലോകത്തിൻ്റെ ക്രമത്തിൽ തന്നെ വ്യതിയാനം സംഭവിക്കുന്നു. അതിൽ ചില പ്രധാനപ്പെട്ടവയിലൂടെ നമുക്കൊന്ന് കണ്ണോടിച്ച് നോക്കാം. ആദ്യം തന്നെ രാഷ്ട്രീയ ലോകക്രമം. സാമ്രാജ്യങ്ങളുടെ പതനം, പുതിയ രാഷ്ട്രങ്ങളുടെ ഉദയം, അതിർത്തികളിലെ മാറ്റങ്ങൾ, പുതിയ കരാറുകൾ രൂപപ്പെടുന്നു. അമേരിക്കയുടെ വിവിധങ്ങളായ പുതിയ കരാറുകളും ഇസ്രായേൽ ഫലസ്തീൻ അതിർത്തികളിലുണ്ടായ മാറ്റങ്ങളും ഇതിന് പ്രധാന ഉദാഹരണമാണ്. രണ്ടാമതായി വരുന്നത് അധികാര ലോകക്രമം. യുദ്ധങ്ങളിലൂടെ ഒരു രാജ്യത്തിൻ്റെ ശക്തി വർദ്ധിക്കുകയും മറ്റൊന്ന് ദുർബലമാവുകയും ചെയ്യുന്നു. അതിലൂടെ സൂപ്പർ പവർ രാഷ്ട്രങ്ങൾ രൂപപ്പെടുന്നു. അമേരിക്കയും റഷ്യയും ഇതിന് പ്രധാന ഉദാഹരണമാണ്. ശേഷം വരുന്നത് സാമ്പത്തിക ലോകക്രമമാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അമേരിക്ക എന്തിനാണ് യുദ്ധങ്ങളെ ഇത്രയും പ്രോത്സാഹിപ്പിക്കുന്നതെന്ന്? അമേരിക്ക യുദ്ധങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത് വൻതോതിലുള്ള ആയുധ വിപണനത്തിലൂടെ തങ്ങളുടെ സാമ്പത്തിക നേട്ടമാണ് അമേരിക്ക യുദ്ധങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത്. അതിലുപരി മറുവശത്ത് യുദ്ധാനന്തര പുനർനിർമ്മാണ പദ്ധതികൾക്ക് വേണ്ടി വലിയ സാമ്പത്തിക ചെലവ് നേരിടുന്നു. ഈ വർഷത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ലോകത്താകമാനം വിറ്റഴിക്കപ്പെട്ട ആയുധങ്ങളിൽ 43% വിറ്റത് അമേരിക്കയാണ്. മറ്റൊന്നാണ് സാമൂഹിക സാംസ്കാരിക ലോകക്രമം. അഭയാർത്ഥി പ്രശ്നങ്ങൾ, ജനസംഖ്യാ മാറ്റങ്ങൾ, ബാല്യമരണം, കൊടും പട്ടിണി. അഭയാർത്ഥികളുടെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 2018 അന്താരാഷ്ട്ര തലത്തിൽ 70 മില്യൺ അഭയാർത്ഥികളാണെങ്കിൽ ഇന്നത് 122 മില്യണായി ഉയർന്നിട്ടുണ്ട്. അഭയാർത്ഥികൾ എന്ന് പറഞ്ഞാൽ സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിയൊടിക്കപ്പെട്ട് എവിടെയാണ് തങ്ങൾക്ക് അഭയം എന്നറിയാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവർ. ബാല്യമരണങ്ങളിലൂടെ ആ ജനതയുടെ പുതുതലമുറയാണ് ഇല്ലാതാകുന്നത്. അതിലുപരി ആ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ മൂലധനമായ മാനവ വിഭവം ഇല്ലാതാക്കപ്പെടുന്നു. കൊടുംപട്ടിണിയുടെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇനിയും അവസാനിക്കാത്ത റഷ്യ ഉക്രൈൻ സംഘർഷത്തിന് മുമ്പ് അന്താരാഷ്ട്ര തലത്തിൽ 135 മില്യൺ അഭയാർത്ഥികളാണെന്നാണ് കണക്ക്. എന്നാൽ ഇന്നത് 295 മില്യണായി ഉയർന്നിട്ടുണ്ട്. അവസാനമായി വരുന്നത് ശാസ്ത്ര സാങ്കേതിക ലോകക്രമമാണ്. സൈനികാവശ്യങ്ങൾക്ക് വേണ്ടി മികച്ച സാങ്കേതിക പുരോഗതി, ആണവായുധങ്ങളുടെ നിർമ്മാണം എന്നിവ ഇതിൽ പ്രധാനമാണ്. യുദ്ധങ്ങൾ പഴയ സമാധാനം തകർക്കുകയും പുതിയ ലോകക്രമങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രശസ്ത റഷ്യൻ എഴുത്തുകാരൻ ലിയോ ടോൾസ്റ്റോയ് അദ്ദേഹത്തിൻ്റെ യുദ്ധവും സമാധാനവും എന്ന കൃതിയിൽ അദ്ദേഹം പറയുന്നുണ്ട്, മനുഷ്യ മനസ്സുകളിൽ സമാധാനത്തിൻ്റെ ഗീതം മുഴക്കേണ്ടത് യുദ്ധങ്ങളിലൂടെയല്ല. സമാധാനമുണ്ടാക്കാനുള്ള ഏക മാർഗം യുദ്ധം നിർത്തുക എന്നതാണ്.
സമാധാനപൂർണവും യുദ്ധരഹിതവുമായ പുലർക്കാഴ്ചകൾ വിടർന്നു കാണട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് അവസാനം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.